നമസ്കാരം. അമേരിക്കൻ പട്ടാളം ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ വെനസ്വേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി, അവരുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡോറോയെ പിടിച്ചുകൊണ്ടുവന്ന് അമേരിക്കയിൽ തടങ്കലിൽ വച്ചിരിക്കുകയാണ്. ലോകമെമ്പാടും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് കുറച്ച് കൂടുതലായി തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത്? വെനസ്വേലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മുൻപ് വെനസ്വേല എങ്ങനെയായിരുന്നു? ഇനി ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാനുള്ള സാധ്യത? അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഭൂരിപക്ഷത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ചില അപ്രിയ സത്യങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. ഇനി വെനസ്വേലയുടെ കഥയിലേക്ക് കടന്നാൽ അവരുടെ ഹിസ്റ്ററി വളരെ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. 1950 മുതൽ വളരെ ശക്തമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു രാജ്യമായിരുന്നു വെനസ്വേല. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങളിലൊന്നായിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവരുടെ എണ്ണ നിക്ഷേപം തന്നെയായിരുന്നു. ഏതാണ്ട് സൗദി അറേബ്യയോട് കമ്പയർ ചെയ്യാവുന്ന അത്ര എണ്ണ നിക്ഷേപം ഉണ്ടായിരുന്ന, ഇപ്പോഴും ഉള്ള ഒരു രാജ്യം തന്നെയാണ് വെനസ്വേല. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു പാർട്ടിയാണ് 1950 മുതൽ 90കളുടെ അവസാനം വരെ വെനസ്വേല ഭരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും വളരെ കാലം ഒരു പാർട്ടി ഒരു രാജ്യം ഭരിക്കുമ്പോൾ അവർക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭരണാധികാരികൾ അവരുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയും ഉണ്ടായി. 1992 അവിടുത്തെ ഒരു പട്ടാള മേധാവിയായിരുന്ന ഹ്യൂഗോ ഷാവസ് ഈ ഭരണകൂടത്തിനെതിരെ ഒരു പട്ടാള മൂവ്മെൻറ്റ് നടത്തി ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ശ്രമം പരാജയപ്പെടുന്നു. അദ്ദേഹം ജയിലിലാവുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ തന്നെയാണ്. അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയായി വരാൻ വേണ്ടി അദ്ദേഹം ഒരു മൂവ്മെൻറ്റ് ആരംഭിക്കുന്നു. 1998 മുതൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു പാർട്ടിയിലൂടെ, യുണൈറ്റഡ് സോഷ്യൽ പാർട്ടി ഓഫ് വെനസ്വേല എന്നാണ് അതിൻ്റെ പേര്, ആ പാർട്ടിയുടെ ബാനറിൽ അദ്ദേഹം ഒരു മൂവ്മെൻറ്റ് നടത്തുന്നു. അത് ജനങ്ങൾ സ്വീകരിക്കുന്നു. 2002 അതുവരെ ഭരിച്ചിരുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയെ പുറത്താക്കി ഇദ്ദേഹം ശരിയായ രീതിയിൽ തന്നെ അധികാരത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വിപ്ലവകരമായ മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയത്. എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന വലിയ ലാഭം ഉപയോഗിച്ച് അദ്ദേഹം അവിടുത്തെ എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, അങ്ങനെ എല്ലാ രീതിയിലും വെനസ്വേലയെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്നു. കുറച്ച് വർഷങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയി. പക്ഷേ പതിയെ അദ്ദേഹം ഒരു പരമാധികാരിയുടെ സ്വഭാവത്തിലേക്ക് മാറുന്നു. വീണ്ടും ഏതാണ്ട് 5-10 വർഷങ്ങൾ തുടർച്ചയായി അധികാരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അവസ്ഥയാണത്. എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മരണം വരെ 2013 വരെ വലിയ കുഴപ്പമില്ലാതെയാണ് വെനസ്വേല പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന നിക്കോളാസ് മദൂറോ, ഇപ്പോൾ അമേരിക്കക്കാർ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിരിക്കുന്ന ഈ ഭരണാധികാരി, ഇദ്ദേഹം വന്നതിന് ശേഷം വെനസ്വേലയിലെ കാര്യങ്ങൾ ആകെ തകിടമറിയുകയായിരുന്നു. അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം താഴത്തേക്ക് പോയി, എണ്ണ ഉൽപ്പാദനം വളരെയധികം താഴത്തേക്ക് പോയി, GDP കുത്തനെ വീണു, പോവർട്ടി വളരെയധികം കൂടി, അവിടെ നിന്നുള്ള മൈഗ്രേഷൻ ധാരാളമായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഒരു രാജ്യത്തെ തകർക്കാമോ അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും കൂടി ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ വെനസ്വേല ഉണ്ടായിരുന്നത്. ഇത് ഡേറ്റ പോയിന്റ്സുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. നോക്കുക, ആദ്യത്തെ ഡേറ്റ ലൈനിൽ കാണിക്കുന്നത് അവിടുത്തെ ഒരു ദിവസത്തെ എണ്ണയുടെ പ്രൊഡക്ഷനാണ്. 2013 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് 2.4 to 3 മില്യൺ ബാരൽ പെർ ഡേ ആയിരുന്നു. അത് 2026 എത്തുമ്പോൾ അല്ലെങ്കിൽ 2025 എത്തുമ്പോൾ 1.1 ബില്യണായി കുറഞ്ഞിരിക്കുന്നു. പിന്നെ എണ്ണയിൽ നിന്നുണ്ടായിരുന്ന വരുമാനം 70 ബില്യൺ മുതൽ 90 ബില്യൺ ഡോളർ വരെയായിരുന്നു പെർ ഇയർ. അത് വെറും 15 ബില്യൺ ഡോളറിലേക്ക് കുറഞ്ഞിരിക്കുന്നു. എത്ര വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് നോക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 30 മുതൽ 34% പേരാണ് 2012-13 കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 100%. 100%-ഓട് അടുത്താണ്. 94% പേരും ദരിദ്രരാണ്. ഇനി GDP-യിലേക്ക് പോയാൽ 350 ബില്യൺ ആയിരുന്നു അവിടുത്തെ GDP എങ്കിൽ അത് 80 ബില്യണിലേക്ക് വീഴുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് നോക്കിയാൽ 20% ഉണ്ടായിരുന്നു. അത് തന്നെ വളരെ ഹൈ ആണ്. അവിടെ നിന്നും 250 മുതൽ 6800% ആണ് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് പണപ്പെരുപ്പം. ഇനി മൈഗ്രേഷൻ നോക്കിയാൽ വളരെ മിനിമൽ മൈഗ്രേഷൻ മാത്രമായിരുന്നു വെനസ്വേലയിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ 7.5 മില്യൺ ആണ് 2025 അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത പുറത്തേക്ക് പോയ ആളുകളുടെ എണ്ണം 2025 വരെ. ഡെയിലി വേജസ് 2013 $300 ആയിരുന്നു ഒരു മാസം ഒരാൾക്ക് ആവറേജ് അവിടെ കിട്ടിയിരുന്ന ശമ്പളമെങ്കിൽ ഇപ്പോൾ അത് $10 ആണ്. എത്ര വലിയ തകർച്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാവും.
ഒരു രാജ്യം തകർന്നടിഞ്ഞ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അസ്ഥിരമായി നിൽക്കുമ്പോൾ, ഭരണപരമായും സാമ്പത്തികമായും സാമൂഹികമായും അസ്ഥിരമായി നിൽക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ടത് ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് പണ്ട് പല സാഹചര്യങ്ങളിലും എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളതെന്ന്. അവരൊരു മീറ്റിംഗ് നടത്തി അല്ലെങ്കിൽ ഒന്നിലധികം മീറ്റിങ്ങുകൾ നടത്തി തീരുമാനമെടുത്ത് ഒരു പ്രവൃത്തിയിലേക്ക് എത്തുമ്പോഴേക്കും ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തരമായ എക്സ്റ്റേണൽ ഇടപെടൽ വെനസ്വേലയിൽ അനിവാര്യമായിരുന്നു. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വെനസ്വേലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. പക്ഷേ സാഹചര്യം എന്ത് തന്നെയായാലും ഒരു കാരണവശാലും മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് വേറൊരു രാജ്യം ഇടിച്ചു കയറുന്നത് അത്ര ന്യായീകരിക്കത്തക്കതല്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ കാണാം. മറ്റെങ്ങും പോകേണ്ട അതിന് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇഷ്യൂവിൽ ഇടപെട്ടത് നമുക്കറിയാം. അതുപോലെ ശ്രീലങ്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യ സൈന്യത്തെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി വരെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ മാൽദീവ്സിൽ. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ വലിയ രാജ്യങ്ങൾക്ക് ചെറിയ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരും. അമേരിക്കയുടെ പ്രാഥമികമായ ഉദ്ദേശം അല്ലെങ്കിൽ താല്പര്യം വെനസ്വേലയിലെ ജനങ്ങളെ ഉദ്ധരിക്കുകയോ വെനസ്വേലയെ പരിപോഷിപ്പിക്കുകയോ അല്ല എന്ന്. അവിടെയുള്ള എണ്ണ നിക്ഷേപം തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അത് നമുക്ക് വ്യക്തമായി അറിയാം. അത് നമുക്ക് മാത്രമല്ല വെനസ്വേലിയൻ ജനങ്ങൾക്കും കൃത്യമായിട്ടറിയാം. എന്നാൽ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. മറ്റുള്ളവരുടെ പ്രതിഷേധങ്ങൾക്ക് മുമ്പ് അവർ എന്തു പറയുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വെനസ്വേലയിലെ ജനങ്ങൾ ഇത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി തടങ്കലിൽ വെച്ചതിനെ അവർ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയ ആൾക്കാർ. ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ള 2 സിറ്റികളാണ് മിയാമി, സാന്റിയാഗോ. ഇവിടെ രണ്ടിടത്തും തെരുവുകളിൽ വൻ ആഘോഷ പ്രകടനമാണ് വെനസ്വേലിയൻ പൗരന്മാർ നടത്തിയത്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ജനങ്ങൾ ഇത് സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട്? അവർക്കറിയാം അമേരിക്ക അവരെ കൈയഴിഞ്ഞ് സഹായിക്കാൻ വന്നതല്ല, അവരുടെ ലക്ഷ്യം എണ്ണ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് കൂടി അവരതിന് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ, ഇന്ന് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ, ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഇത് ഒഴിവാക്കി ഒരു ബെറ്റർ, ഇന്നത്തേക്കാൾ നല്ല ഒരു നാളെ ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക എന്താണ് ഇനി അവിടെ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും അമേരിക്കയുടെ മുൻ ഓപ്പറേഷൻസുകൾ വെച്ച് നമുക്ക് പ്രവചിക്കാവുന്നതേ ഉള്ളൂ ഏകദേശം. അവിടെ അവരൊരു ഭരണകൂടം ഉണ്ടാക്കും. ഒരുപക്ഷെ അവർ ഭരണത്തിൽ ഇടപെടില്ല നേരിട്ട്, പക്ഷേ ഒരു ഡമ്മി ഭരണകൂടം ഉണ്ടാക്കി അതിനെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയായിരിക്കും. അവിടുത്തെ എണ്ണ നിക്ഷേപങ്ങളുടെ ഡീലിങ്ങിൽ, അതിൻ്റെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള സെയിലിൽ, മൂവ്മെൻറ്റിൽ എല്ലാം ആവശ്യമായ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കും. അത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് US ആയിരിക്കും. അത് അമേരിക്കയെ റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരെയെല്ലാം നിൽക്കാൻ സഹായിക്കും. മിഡിൽ ഈസ്റ്റിന് മേലുള്ള ഡിപ്പെൻഡൻസി, എണ്ണയിൽ ഉള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ അവരെ സഹായിക്കും. ഇതെല്ലാമാണ് അമേരിക്കയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് നിലനിൽക്കെ തന്നെ ഇത്തരം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ വെനസ്വേലയിലെ ജനങ്ങൾക്ക് ധാരാളം തൊഴിൽ നൽകിയേക്കാം, അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടേക്കാം, അവരുടെ സോഷ്യൽ അവസ്ഥ മെച്ചപ്പെട്ടേക്കാം. ഇതെല്ലാം അവിടെ മെച്ചപ്പെടാനുള്ള സാഹചര്യം അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവരിതിനെ സ്വാഗതവും ചെയ്യുന്നത്. എന്ന് പറയുന്നത് കഴിഞ്ഞ 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വെനസ്വേലിയൻ അയൺ ലേഡി എന്നറിയപ്പെടുന്ന മരിയ കൊറീന മച്ചേഡോ അവർ ഈ അമേരിക്കൻ ആക്ടിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ലോകത്തെവിടെയായാലും കമ്മ്യൂണിസത്തിൻ്റെ പേരിലായാലും സോഷ്യലിസത്തിൻ്റെ പേരിലായാലും ക്യാപിറ്റലിസത്തിൻ്റെ പേരിലായാലും ജനാധിപത്യത്തിൻ്റെ പേരിലായാലും ഡിക്റ്റേറ്റർഷിപ്പ് ജനം അംഗീകരിക്കില്ല. പരമാധികാരികളെ ജനം എന്നും കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിൽ പോലും പുറത്താക്കും എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് വെനസ്വേലയിൽ നടന്നത്. ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അമേരിക്കയ്ക്കുള്ളത് സ്ഥാപിത താല്പര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും അതിൽ കൂടെയെങ്കിലും വെനസ്വേലയ്ക്ക് ആ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഇന്നലകളിലെ നല്ല കാലം തിരിച്ചു വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.